ഗൈസ്, വെൽക്കം ബാക്ക് ടു പഴംപൊരി ആൻഡ് പാസ്പോർട്ട്. സോ ഇന്ന് ഞാൻ അമ്മമ്മനെയും കൂട്ടി വന്നിരിക്കുന്നത് ഞങ്ങളൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. മത്തി വടയാണ് നമ്മളെ റെസിപ്പി ഇന്ന്. സോ അമ്മമ്മന്റെ പല കൈൻഡ് ഓഫ് സ്പെഷ്യൽ ഡിഷിൽ ഒരു വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡിഷാണ് മത്തി വട എന്ന് പറയുന്നത്. കാരണം നമ്മൾ പല ടൈപ്പ് ഓഫ് വടകൾ കേട്ടിട്ടുണ്ടാവും, പക്ഷേ മത്തി വട എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അത്ര കോമൺ ഉള്ള കാര്യമില്ല, വേറെ ആർക്കെങ്കിലും അറിയുമെന്ന് അറിയില്ല. പക്ഷെ ഞങ്ങളുടെ ഫാമിലിയിൽ ഇത് ഭയങ്കര ഒരു സ്പെഷ്യൽ ഡിഷാണ്. അമ്മമ്മക്ക് എവിടുന്നാ ഈ ഒരു ഡിഷിന്റെ ഐഡിയ കിട്ടിയത്? അത് അമ്മമ്മന്റെ പാപ്പന്റെ ഭാര്യ ആന്റി അവര് പറഞ്ഞു തന്നതാണ്. അവര് തമിഴ്നാട്ടിലേനി. അപ്പൊ അവിടുന്ന് ആരോ അങ്ങനെ കണ്ടിട്ട് ഉണ്ടാക്കുന്നതായിട്ട് എന്നോട് എന്നോട് പറഞ്ഞ മക്കൾക്കൊക്കെ മത്തി എന്ന് പറയുന്നത് കറി വെക്കുമ്പോ ഇഷ്ടമില്ല പൊരിച്ചാലും. അപ്പൊ ഒരു പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ആക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടമായിരിക്കും. അപ്പൊ അതിനെ കൊണ്ട് എനിക്ക് പഠിപ്പിച്ചതാ. അപ്പൊ ഞാനത് ഇത് ഉണ്ടാക്കുമ്പോ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ പിന്നെ മോള് ഓഫീസിൽ പോകുമ്പോ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാരും ചോദിക്കും ഇത് എങ്ങനെയാ ഉണ്ടാക്കുക, അമ്മനോട് പറഞ്ഞിട്ട് അത് എന്റെ ഫ്രണ്ട്സിനും അമ്മമ്മ ഫുഡ് ഉണ്ടാക്കി തരുമ്പോ എന്റെ ഫ്രണ്ട്സിനും മത്തി വേണമല്ലോ എന്ന് ചോദിച്ചിട്ടാണ് എല്ലാവരും കഴിക്കുക. പക്ഷെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണ്. മത്തിന്റെ ഒരു ടേസ്റ്റ് അങ്ങനെ എൻഹാൻസ് ചെയ്ത് നിൽക്കൂല, പക്ഷെ വേറെ നല്ല ടേസ്റ്റ് ആണ്. നമുക്ക് ചോറിനും കൂട്ടാം, വെറുതെ നമുക്ക് ഇപ്പൊ സോസൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനും പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ മെയിൻ ആയിട്ട് ചോറിന് കൂട്ടി കഴിക്കുന്നത് തന്നെയായിരിക്കും നല്ല ടേസ്റ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഓവർ ഇൻട്രൊഡക്ഷൻ ഇല്ലാതെ തുടങ്ങിയാലോ? തുടങ്ങാം. ചട്ടിയിൽ കുറച്ച് വെള്ളം എടുക്കുക, എന്നിട്ട് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ കുറച്ച് ഉപ്പ്. ഈ വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞാല് ഈ മത്തി അതിലേക്ക് ഇടുക. കുറച്ച് നേരം, അധിക നേരം വെച്ചാൽ നമ്മളെ മത്തീൻ്റെ ടേസ്റ്റ് ഒക്കെ അതിൽ പോയി പോകും. അതിനെ കൊണ്ടാണ് ഒന്ന് തള വരരുത്. ഇത് തിളച്ച് കഴിഞ്ഞാൽ അതിലിട്ടിട്ട് ഇങ്ങോട്ട് എടുക്കാം. പച്ചമുളക്, കറിവേപ്പില, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില. ഇത് ആ മിക്സിന്റെ ജാറിലിട്ടിട്ട് ഒന്ന് ഇത്തിരി നല്ലോണം അരിയണം. അര സ്പൂൺ മഞ്ഞൾ, 1.5 സ്പൂണ് മല്ലിപ്പൊടി. ഇനി 1 സ്പൂണ് എരിവിനനുസരിച്ച് എല്ലാവർക്കും എത്രയാണെന്ന് വെച്ചാൽ ചേർക്കുക. ഇവിടെ കുരുമുളക് ചേർക്കുന്നതിനെ കൊണ്ട് അമ്മ കുറച്ച് മുളക് ഇട്ടിട്ടുള്ളൂ. ഉപ്പ്, അതിൽ ഉപ്പിട്ടതിനെ കൊണ്ട് ഞാൻ അധികം ഉപ്പിടുന്നില്ല, 1/2 സ്പൂൺ ഉപ്പ്, 1 സ്പൂണ് കുരുമുളക് പൊടി, ഒരു ക്രിസ്പിക്ക് വേണ്ടിയിട്ടാണ്. ക്രിസ്പിന് വേണ്ടി 1.5 സ്പൂണ് അരിപ്പൊടി, പിന്നെ 2 സ്പൂണ് ആട്ട. അത് നിങ്ങൾക്ക് അനുസരിച്ച് എന്താ വെച്ചാൽ ഇടാം കേട്ടോ. അതന്നെ. മത്തിയൊക്കെ തണങ്ങി എല്ലാം മുള്ളൊന്ന് വേർപ്പെടുത്തി എടുത്ത് കൊണ്ടുവന്നിട്ട് അമ്മ ഇനി അത് ഈ പൊടികളിലേക്ക് ഇടുക. എന്നിട്ട് നല്ല കൈകൊണ്ട് കുഴച്ചിട്ട് സെറ്റാക്കണം. എന്നിട്ട് വടേൻ്റെ മാതിരി അടുപ്പത്തേക്ക് നമ്മൾ ഫ്രൈ പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി എന്നിട്ട് ഓയിലോ വെളിച്ചെണ്ണ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ചാൽ ഓയിലാകുമ്പോൾ വെളിച്ചെണ്ണയാണ് ടേസ്റ്റ്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാനിടുന്നത്. സൺഫ്ലവർ ഓയിൽ. ഇനി ഇത് കൈ കൊണ്ട് തന്നെ നല്ലോണം കുഴച്ച് റെഡിയാക്കണം കേട്ടോ, എന്നാലേ ഉള്ളൂ. അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് ചെയ്യാൻ പാടില്ല, കൈ കൊണ്ട് തന്നെ ആക്കണം. മിക്സ് ചെയ്തതാ. ടേസ്റ്റ് ഉണ്ടാവും നോക്കിയിട്ട്. വെളിച്ചെണ്ണക്കാണ് ടേസ്റ്റ്.
ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഒന്നും പൊട്ടിപ്പോകുന്നില്ല കേട്ടോ. ഞാൻ കൃത്യമായിട്ട് വെള്ളമൊക്കെ ആയാലും പൊട്ടിപ്പോകുന്നില്ല. വെള്ളം കൂടുതലായിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരിത്തിരി മൈദ കൂട്ടിയിട്ടാണ്. മൈദ ആട്ടയല്ലേ? ആ കേട്ടോ. അത് നല്ലൊരു ഓട് അങ്ങനെയാകുമ്പോൾ വടക്ക് അങ്ങനെ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ വേഗത്തെ പോലെ തോന്നും നടു. ഇങ്ങനെയാകുമ്പോൾ നല്ലതാണ്. തീ കുറച്ചിടാൻ പാടില്ല, കുറെ തീരായാൽ കഴിഞ്ഞു. ചെറിയ തീയിടാൻ പാടില്ല. അങ്ങനെ നമ്മളെ മത്തിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിങ്ങനെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടും റെഡിയായി നിൽക്കുകയാണ്. എന്ത് പറയാനുണ്ടോ? കുറച്ച് മുള്ളൊക്കെ ഉണ്ട്, പക്ഷെ അത് നമ്മൾ വറുത്തതായതിനെ കൊണ്ടേ അത് നടു അങ്ങനെ വായിൽ തട്ടൊന്നുമില്ല. അത് ചോറിന്റെ കൊണ്ട് പോയി പോകും. പിന്നെ ചെറിയ മത്തിയാണെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ആ മുള്ളു കുറഞ്ഞേക്കും, പക്ഷെ ടേസ്റ്റ് ഇതിനാണ് വലിയ മത്തി. ഓക്കെ, അപ്പൊ എന്തായാലും ഒന്നെങ്കിൽ ചോറിന്റെ കൂടെ നിങ്ങൾ ഇത് കൂട്ടി കഴിക്കുക, അല്ലെങ്കിൽ വെറുതെയും കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. പലതരം വടകൾ നമുക്കറിയെങ്കിലും ഈ ഒരു വട എന്തായാലും ഒരു ടേസ്റ്റിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മളിനിപ്പം ഇപ്പൊ ചോറിനൊന്നും നമ്മൾ വട കൂട്ടി കഴിക്കൂലല്ലോ, പക്ഷെ അങ്ങനെ പറ്റുന്ന ഒരു വടയാണിത്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയിപ്പോ അമ്മമ്മന്റെ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ. ബൈ പറഞ്ഞോ. ബൈ.